നമുക്ക് പാടാനുള്ള താളം ശ്രുതിയും ചേർത്ത് പാടാനുള്ളത് ഇത് ഡെവലപ്പ് ചെയ്യും. ഇപ്പോൾ ശ്രുതി ഇതും തമ്മിൽ നമുക്ക് മനസ്സിലാവും. അങ്ങനെ ആയി കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ പാട്ട് പാടുമ്പോൾ കൃത്യമായിട്ട് പാടാൻ പറ്റും. അതുകൊണ്ടാണ് എൻ്റെ ശബ്ദം കുറച്ചും കൂടി കൺട്രോൾ വരും. ഇപ്പോൾ നമുക്ക് മുകളിലേക്ക് പോകാൻ കുറച്ചൊരു മടിയൊക്കെ അതൊക്കെ മാറിയിട്ട് മുകളിലേക്ക് കൃത്യമായിട്ട് പാടാൻ പറ്റും. അപ്പോൾ എല്ലാ ദിവസവും സാധനം ചെയ്യും. അപ്പോൾ ഒരു അരമണിക്കൂർ അതിന് വേണ്ടി ചിലവാക്കിയാൽ നല്ലതാണ്. നമുക്ക് നന്നായി പാടാൻ പറ്റും. പ്രത്യേകിച്ച് ഒരാൾക്ക് പാട്ട് പഠിക്കാൻ കൂടുതലാണ്. അച്ഛൻ്റെ അടുത്ത് പഠിച്ചത് ചെയ്യുന്നത് വേറെ പഠിക്കാൻ കുറച്ച് സ്ക്രിപ്റ്റായിട്ടുള്ള ഒരാൾക്ക് ഇത് പഠിക്കുമ്പോഴുള്ള ആവശ്യം എല്ലാ കൃത്യമായിട്ട് ക്ലാസ്സിൽ വിടുക. അതുപോലെ എല്ലാ ദിവസവും കൃത്യസമയത്ത് ഒരു സമയത്ത് വീട്ടിട്ട് പാടാം. ഇപ്പോൾ 7 മണി മുതൽ 7:30 വരെ അല്ലെങ്കിൽ വൈകുന്നേരം ആ ഒരു കൃത്യസമയം വെച്ചിട്ട് പാട്ട് പാടാം. ആ പാട്ട് പാടിക്കഴിഞ്ഞാൽ ഭയങ്കര ഗുണങ്ങളുണ്ട്. പാട്ട് പാടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ ബ്രെയിനിനെ ഡെവലപ്പ് ചെയ്യും. നമുക്ക് അത് മറ്റു പലതിലേക്ക് അതിൻ്റെ ഗുണങ്ങൾ നമുക്ക് കാണാൻ പറ്റും. മറ്റ് കാര്യങ്ങൾ പഠിക്കാനുള്ള നമ്മുടെ ശേഷി കൃത്യമുള്ള കാര്യത്തിൽ ഫോക്കസ് ചെയ്തിട്ട് അതിൽ തന്നെ ചെയ്യാനുള്ള ഒരു കഴിവുണ്ട്. നമുക്ക് പഠിക്കാൻ നമുക്ക് ഡിഗ്രിക്ക് ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് കുറേ വായിക്കാനും പഠിക്കാനൊക്കെ ഉണ്ടായില്ല. ആ ഒരു കാര്യം പഠിക്കാനുള്ള ഒരു കഴിവ് ഇത് സപ്പോർട്ട് ചെയ്യും. ഒരു കൃത്യമായിട്ടൊരു സ്ഥലത്തിൽ ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ അതെങ്ങനെ പഠിക്കണം. അപ്പോൾ പാട്ട് പഠിക്കുക അതിനൊരു വഴിയുണ്ട്. ഇപ്പോൾ പടിപടിയായിട്ടൊരു കാര്യം പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് ഹിമാലയത്തിൻ്റെ മുകളിൽ കയറി അല്ലെങ്കിൽ വലിയൊരു ഇങ്ങനത്തെ ഒരു 1000 പടിയുടെ ഇതിൻ്റെ താഴത്ത് മോളിക്ക് കയറണത്തിൽ നമ്മൾ താഴത്ത് നോക്കി പോയി കഴിഞ്ഞാൽ മോളിക്ക് ഒറ്റ കയറത്തിൽ പോകാൻ പറ്റില്ല. അവിടെ ഒരു പടി വെച്ചു, അടുത്ത പടി വെച്ചു, അങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ മുകളിലെത്തിയാൽ നമ്മൾ നെറ്റിപ്പോകും. നമ്മൾ ഇത്രയും ദൂരം വന്നുകൊണ്ട് അല്ലെങ്കിൽ നമ്മൾ ഓരോ പടിപടിയായിട്ട് പോകുന്നുണ്ട്. അതുപോലെ പഠിക്കുന്ന സമയത്ത് ഓരോ പടി നമ്മൾ അടുത്ത പടി ആ ഒരു കൃത്യമായിട്ട് ആ ഒരു പടി മാത്രം നമ്മൾ ഫോക്കസ് ചെയ്തിട്ട് ചെയ്യുക. അപ്പോൾ അതിന് ഈ സംഗീതം പഠിച്ചു കഴിഞ്ഞാൽ നല്ലോണം ഹെൽപ്പ് ചെയ്യും. എങ്ങനെ പഠിക്കണം നമ്മൾ പഠിക്കുമ്പോൾ എങ്ങനെ പഠിക്കണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എങ്ങനെ പഠിക്കണം എന്ന് പറഞ്ഞാലേ പഠിക്കാൻ പറ്റും. ഒരു കാര്യം പഠിക്കാനുള്ള ശേഷി ഉണ്ടാക്കാൻ ഈ പാട്ട് പഠിക്കുന്നത് വളരെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ പാട്ട് പഠിക്കാനായിട്ട് ആദ്യം ചെയ്യണം. ഇപ്പോൾ നമ്മൾ രാവിലെ എല്ലാ ദിവസവും പഠിക്കണം എന്നുള്ളൊരു കാര്യം. ഒരു ആഴ്ചയിലൊരു ദിവസം നമ്മുടെ പ്രാക്ടീസായി ശരിയാവില്ല. എല്ലാ ദിവസവും കൃത്യമായിട്ട് ഒരു സമയത്ത് ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ ഹാബിറ്റായിട്ട് ശീലമായി മാറും. പിന്നെ അത് കൃത്യമായിട്ട് ഇപ്പോൾ രാവിലെ നീ കുറിച്ച് വന്നു കുറച്ച് നേരം സന്ധ്യാവന്തനമൊക്കെ ചെയ്യുന്നത് ശരിക്കും കൃത്യമായിട്ട് ചെയ്യാനറിയില്ല. എന്തുകൊണ്ടാണ് എല്ലാ ദിവസവും ചെയ്യുന്നത്. അതുപോലെ ഈ ഇത് സംഗീതം ഒരു അരമണിക്കൂർ എല്ലാ ദിവസവും പാടും. അപ്പോൾ അത് നമ്മളെ മറ്റുള്ള കാര്യങ്ങൾ ഹെൽപ്പ് ചെയ്യും. അതുപോലെ പഠിക്കുന്ന സമയത്ത് കൃത്യം സമയം വയ്ക്കാം. നമ്മൾ പഠിക്കുന്നത് ഇത്ര മണി മുതൽ 3 മണി വരെ. ആ സമയത്ത് വേറെ ഒന്നും ഒരു ഡിസ്ട്രാക്ഷനും ഇല്ലാതെ ഇപ്പോൾ കോളേജ് ചേർന്ന് കഴിഞ്ഞാൽ വൈകുന്നേരം ഇതൊക്കെ കഴിഞ്ഞാൽ 7 മണി മുതൽ 9 മണി വരെ എല്ലാ ദിവസവും പഠിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് കൃത്യമായിട്ട് എല്ലാ ദിവസവും പഠിക്കുക. അപ്പോൾ വായിക്കാനുള്ളത് വായിക്കാം, ഹോംവർക്ക് ചെയ്യാനുള്ളത് ഹോംവർക്ക് ചെയ്യാം. അതൊക്കെതായിട്ട് നമുക്ക് പിന്നെ അതിന് പുറമെ അതിന് അഡീഷണലായിട്ട് വായിക്കാനുള്ളത്. അപ്പോൾ ഒരു ഡിഗ്രിക്ക് സംസ്കൃതത്തിന് പഠിക്കുന്ന വെച്ചാൽ അതിൻ്റെ കൂടെ നമ്മൾ ചില പുസ്തകങ്ങളൊക്കെ വായിക്കും. ഇപ്പോൾ എന്തൊക്കെ വായിക്കുന്നതെന്ന് ശിവാൻചേട്ടനോട് ഇന്ന പുസ്തകങ്ങളൊക്കെ അതൊക്കെ വായിക്കാം. അപ്പോൾ വായിക്കുന്ന സമയത്ത് ഒക്കെ വായിച്ചാൽ മതി. ഇപ്പോൾ സംസ്കൃതം വായിക്കുന്നത് നമ്മൾ തീർച്ചയായിട്ടും റിപ്പീറ്റായിട്ട് വായിക്കുക. അപ്പോൾ നമ്മൾ കേൾക്കും ചെയ്യും, അത് തന്നെ പഠിക്കും. ഇപ്പോൾ വായിക്കാനുള്ള പുസ്തകങ്ങൾ പഠിക്കാനുള്ള പുസ്തകങ്ങൾ ഒക്കെ വായിച്ചാൽ മതി. ഡെയിലി രാവിലെ എടുത്തിട്ട് പാടുമ്പോൾ ഒക്കെ വായിക്കാം. അപ്പോൾ നമുക്ക് തന്നെ ഓട്ടോമാറ്റിക്കാണ് നമ്മുടെ മനസ്സിൽ അങ്ങനെ കൃത്യമായിട്ട് വായിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് തന്നെ ആ കാര്യങ്ങൾ മനസ്സിലാക്കും. അപ്പോൾ റേറ്റ് വേണ്ടത് ഒരു ഹാബിറ്റ് ഫോം എല്ലാ ദിവസവും കൃത്യസമയത്ത് ചെയ്യുക. ഇന്ന കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് അങ്ങനെ ആയി കഴിഞ്ഞാൽ പഠിക്കാൻ വളരെ പരീക്ഷയുടെ സമയത്ത് അതിന് വേണ്ടി പ്രത്യേകിച്ച് പഠിക്കുന്നു വേണ്ടിയായിട്ട് ജസ്റ്റ് പോയി എഴുതിയാൽ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ വായിച്ച കാര്യങ്ങൾ നമ്മുടെ മനസ്സിലിങ്ങനെ കൂടി വരും. എഴുതുക വളരെ ഈസിയാണ്. പഠിക്കുക എന്ന് ശരിക്കും ഭയങ്കര രസമുള്ള ഒരു പരിപാടിയാണ്. നമ്മൾ പഠിക്കാനുള്ള രസം കിട്ടി കഴിഞ്ഞാൽ എങ്ങനെ പഠിക്കണമെന്നും പക്ഷേ അതിൻ്റെ ആ കഴിഞ്ഞ് സ്ഥിരമായിട്ട് നമ്മൾ പഠിച്ചു വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് ഒരു ശീലമായിട്ട് മാറും. അപ്പോൾ അതിൻ്റെ ഒരു കളി പോലെയാണ്, ഒരു ഗെയിം പോലെയാണ് ലേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതൊക്കെ പാട്ട് പഠിക്കലായാലും ഇഷ്ടമുള്ള ഒരു കാര്യം പഠിക്കും.
ഇഷ്ടമില്ലാത്തൊരു കാര്യം ചെയ്യുമ്പോഴാണ് നമ്മൾ ബോറടിക്കുക. അപ്പോൾ ഒരാരെങ്കിലും വന്നിട്ട് നമ്മൾ മുന്നിട്ടെന്തെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ വെച്ചാൽ അത് കുറച്ച് പ്രശ്നമായി. പക്ഷെ നമ്മൾ താല്പര്യത്തിൽ ഒരു കാര്യം ചെയ്യാന്ന് വെച്ചാൽ ബോറടിക്കുന്നില്ല. ആ സമയം നമ്മൾ എൻജോയ് ചെയ്യും, രസിച്ച് ചെയ്യുക. അപ്പം അങ്ങനെ രസിച്ച് പഠിക്കാൻ പഠിക്കും.